അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എൻ്റെ അടുത്തൊരു വ്ളോഗിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് വ്ളോഗ് ചെയ്യുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എല്ലാവരും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ, എൻ്റെ നാത്തൂൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതിൻ്റെ സെലിബ്രേഷനും കൂടി ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് നിൽക്കുന്നതുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ക്രാഫ്റ്റ് റൂമിൻ്റെ ഫ്രണ്ടിലാട്ടോ. കാരണം ഞാൻ കക്ഷിയോട് പറഞ്ഞിട്ടില്ല വ്ളോഗ് ഉണ്ടെന്ന്, സർപ്രൈസ് വ്ളോഗാണ്. അപ്പോൾ വൈകിട്ട് ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. ബർത്ത്ഡേക്കാണ് കാണിച്ചത്. അപ്പോൾ അതേ ഇവിടെ ഒരാൾ നല്ല ഉറക്കത്തിലാട്ടോ. ഒരാൾ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. കൃഷിയെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ബർഡേകളിൽ കണ്ടാലോ. ബർഡേകൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വിഷസ് അയച്ചവർക്കെല്ലാം വിഷസ് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബിസിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വെളിയിറങ്ങി ചിക്കൻ മേടിക്കണമായിരുന്നു, ബീഫ് മേടിക്കണമായിരുന്നു. അതിനെല്ലാം ഒന്ന് കറങ്ങി വെച്ച് വന്നു കേട്ടോ. ഉണർന്നിരിക്കുന്ന ആൾ കുറിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ, കുളിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് കുഞ്ഞുങ്ങൾ കുളിക്കാതെ ആ ഒരു ഉണർന്ന് വരുന്ന ആ ലുക്ക് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മിക്കവാറും കുളിപ്പിക്കാതെ ഇങ്ങനെ വെച്ചേക്കും. പിന്നെ എക്സ്ട്രീം ലെവൽ കഴിഞ്ഞിട്ടേ കുളിപ്പിക്കത്തുള്ളൂ. അപ്പോൾ അതെ, അമ്മു ആദു പിന്നെ ഞാനും. അന്നു എഴുന്നേറ്റിട്ടില്ല. ഇതാണ് ഫാമിലി. പപ്പ ഉണ്ടായിരുന്നു, മുമ്പേ കാണിച്ചില്ല, മുമ്പേ ആ വീഡിയോയിലുണ്ടായിരുന്നു. ഇത് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആൾ എഴുന്നേറ്റിങ് വന്നത് കേട്ടോ. പക്ഷേ ഉറക്കച്ചവടാണ്, തെളിഞ്ഞിട്ടേ ഇല്ല. അടുക്കളയിലൂടെ വന്നപ്പോൾ ചാമ്പ് ഇതാ ഇവിടെ നിന്ന് സവാള അരിയുന്നു. നമ്മുടെ ചിക്കനും ബീഫിനും വേണ്ടിയുള്ള ആ അരിഞ്ഞു കൂട്ടുന്നത്. അരിഞ്ഞ് കക്ഷിയുടെ കണ്ണിൽ നിന്ന് കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷേ സാരമില്ല, നമ്മൾ വൈകിട്ട് ഇത് തിന്ന് നമ്മുടെ സങ്കടം എല്ലാം തീർക്കും. അപ്പോൾ അത് ഞാനിവിടെ ഒരാളെ അന്വേഷിച്ചാണ് വന്നത്. ആൾ മിസ്സിംഗ് ആണ്. കാരണം കണ്ണ് തെറ്റിയ കക്ഷി വെളിയിൽ ചാടും. ആരാന്നല്ലേ, നമ്മുടെ ആദൂസ് ഏതോ വരുന്നത് കണ്ടില്ലേ. കയ്യിലൊരു ബാഗ്, കക്ഷത്തിലൊരു പാവ, പിന്നെ ഒരു തുണി, എന്തോ വേണം. ഇതൊക്കെ രാവിലെ നടന്ന കോലാഹലങ്ങളാണ്. ഇനി രാത്രിയിലാണ് നമ്മൾ ചെറിയൊരു ഫംഗ്ഷൻ സെറ്റ്. ഫംഗ്ഷൻ എന്ന് പറയാൻ നമ്മുടെ ചുറ്റുവട്ടമുള്ള മാത്രം കുറച്ച് ആൾക്കാരെ വെച്ച് നമ്മുടെ പരിപാടി ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെറ്റ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ടേ ഉള്ളൂ. കാരണം അധികം ബലൂണൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇത് കണ്ടോ, ഇത് അവൾക്ക് ബർത്ത്ഡേക്ക് ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്ത കേട്ടോ. 3 ഫിഷ് ഉണ്ട്, ഫിഷ് ടാങ്കും. കുഞ്ഞുങ്ങൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. മുമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ നടക്കുകയായിരുന്നു. കണ്ടില്ലേ, ബലൂണും ഭയങ്കര ജീവൻ കേട്ടോ. പക്ഷേ ഇത് അത്രയ്ക്ക് സേഫ് അല്ല. എൻ്റെ പേഴ്സൊക്കെ ഇവിടെ നിന്ന് അരിക്കുന്നുണ്ട് രണ്ടും കൂടെ. അപ്പോൾ ഈ ബലൂണൊക്കെ ഞാൻ വളരെ കുറച്ച് അതുകൊണ്ട് മേടിച്ചുള്ളൂ. ഇവളമാരെ എനിക്ക് നല്ല പേടിയാണ്. ആകെ ഈ ഹാപ്പി ബർത്ത്ഡേയുടെ ലെറ്റേഴ്സും ഗ്ലിറ്റേഴ്സും പിന്നെ ഈ ഒരു ബലൂണും മാത്രമേ നമ്മുടെ അറേഞ്ച്മെൻറ്റിൽ. അതിൽ ഞാൻ തട്ടിക്കൂട്ടി ഒരു ബർത്ത്ഡേ അടിപൊളി ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യണം. അതാണ് എൻ്റെ പ്ലാൻ. എനിക്കൊരു ഐഡിയ ഉണ്ട്. സംഭവം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. ഇവിടെ ബലൂൺ വീർപ്പിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പരിപാടിയുടെ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ഇതാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ടൊരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. അപ്പോൾ നമുക്കൊന്ന് സഡൻ മാറ്റിയാലോ. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. സംഭവം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇരുട്ടായിട്ടിരിക്കുന്നത്. ഞാൻ ഫുൾ ലൈറ്റ് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഫുൾ ലൈറ്റ് ഇട്ടപ്പോൾ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന തന്നെ ഫുൾ ലൈറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ നമുക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഒരു സിമ്പിൾ അറേഞ്ച്മെൻറ്റ്സ്. ഇങ്ങനെ ഇത് തൂങ്ങിക്കിടക്കുന്നതാണ്. അവളുമാർക്ക് ഉടനെ പോയി പിടിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ബർത്ത്ഡേ ഗേളിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഫുൾ 2 പ്രാവശ്യം എന്നെ ചമ്മിച്ച് കളഞ്ഞു. 3ാമത്തെ പ്രാവശ്യം എൻ്റെ മാമി വന്നാൽ എന്നെ രക്ഷിച്ചത്. മാമിയും ചമ്മിച്ചു. പിന്നെ മാമി പറഞ്ഞ് കയറി വാ പിള്ളേരെ, ഇവിടെ ഒന്നുമില്ലെന്ന്. സംഭവം എന്താണെന്നല്ലേ, ആ ഒരു കർട്ടൻ്റെ അവിടെ, ബ്ലൈൻഡ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഗ്യാപ്പ് ശ്രദ്ധിച്ചില്ല. അത് ഫുള്ള് ക്ലോസ് ചെയ്യാൻ ഞാൻ വിട്ടുപോയി. അത് കാരണം വെളിയിൽ നിന്ന് കാണുന്നവരെല്ലാം അകത്ത് എന്താണെന്നെല്ലാം നല്ല വൃത്തിയായിട്ട് കേട്ടു. അത് കാരണം എൻ്റെ സർപ്രൈസ് പൊട്ടിപ്പോയി. ആ ഒരു ഞെട്ടൽ വന്നില്ലെങ്കിലും കക്ഷി ഞെട്ടിയിട്ടുണ്ട്. ഞെട്ടി എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്കത് മതി. അപ്പോൾ അതെ, ഈ ബർത്ത്ഡേ ഗേൾ നമ്മുടെ കയ്യൂട്ടിക്കളിയുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം കയ്യൂട്ടിക്കളിയുണ്ട്. എൻ്റെ റിഹേഴ്സൽ നിറഞ്ഞിട്ട് വന്നതാണ്. കൈനിറ ഗിഫ്റ്റ് ഉണ്ട്. ചോക്ലേറ്റിന് വേണ്ടിയുള്ള അടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2 എണ്ണം അടിയാണ്. 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം ഇവിടെ അടിയാണ്. അപ്പോൾ കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കേക്ക് എന്ന് പറഞ്ഞാൽ ഹണി ആൽമണ്ടാണ് കേക്ക്. സംഭവം നല്ല മൈൽഡ് ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. കേക്ക് കട്ടിയാൻ എല്ലാവരും വിളിക്കാൻ മടി അങ്ങോട്ട് മുന്നോട്ട്. എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ബാക്കിൽ നിന്ന് ഞാൻ ഇതെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് ഒക്കെ കണ്ടാലോ. ഇപ്പോൾ ഈ ഒരു ഫാമിലിയിൽ ആളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുണ്ട്. പപ്പയുണ്ട്, അമ്മയുണ്ട്, നമ്മൾ കസിൻസ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല, കക്ഷിയെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കോളിൽ ആളും ഉണ്ട്. ആളെ ഒരു കുറവ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് ഒക്കെ കണ്ടിട്ട് വന്നാലോ. കേക്ക് കട്ടിങ്ങിന് ശേഷം ഫുഡടിയോടെ നമ്മൾ ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. റൈസും ചിക്കനും ബീഫും സാലഡും പപ്പടമൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഈ ഒരു പരിപാടി ഇന്ന് നമ്മൾ ഈ പരിപാടി ഇതുകൊണ്ട് അവസാനിപ്പിച്ചു. അവസാനം പിന്നെ ഈ റൈസ് തേപ്പിക്കാനുള്ള കളികളായി, ബഹളങ്ങളായി, അങ്ങനെ ഇടയ്ക്ക് കുരുത്തക്കേടുകളായി. അച്ചുമാമൻ്റെ കൂടെ 2 എണ്ണവും സെറ്റാണ്. നമ്മൾ കസിൻസ് എല്ലാവരും വട്ടം ചുറ്റിയിരുന്ന് സംസാരവും കാര്യം പറച്ചിലും കളിയും ചിരിയൊക്കെ ആയിരുന്നു. അതെല്ലാം എന്ത് പരിപാടി ഉണ്ടായാലും അവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ എൻഡ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവരുടെ ഒരു ടാറ്റ ബൈബയോടെ നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ബൈ.
ടാറ്റാ.